വിനായകൻ, നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള വിനായകൻ. ആ വിനായകന് ഒരു അപകടം സംഭവിക്കുകയുണ്ടായി. അതായത് വിനായകന്റെ നമുക്കറിയാം ഈ ഒരു അടുത്തിടയിൽ ഇറങ്ങിയിട്ടുള്ള കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ, വിനായകൻ നായകനായിട്ടുള്ളതും മമ്മൂട്ടി പ്രതിനായകനായിട്ടുള്ളതുമായിട്ടുള്ളൊരു സിനിമ. ആ കളങ്കാവലിന്റെ വിജയത്തില് വിനായകന്റെ പങ്ക് വളരെ വലുതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിനായകനെ ഇത്രയും നാൾ ആളുകൾ കണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി വിനായകനെ കേരളത്തിലെ ജനങ്ങൾ ഇടനെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വലിയൊരു സ്ഥാനം കൊടുത്തത് മമ്മൂട്ടിക്കൊപ്പം വന്നതിന് ശേഷമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കരുതലും ചേർത്ത് പിടിക്കലിനും അതൊക്കെ കിട്ടിയതിന് ശേഷം വിനായകന് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്, നമ്മൾ ചർച്ച ചെയ്തതുമാണ്, പല മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പൊ അങ്ങനെ വിനായകൻ ഈ ഒരു അടിച്ചു പൊളിച്ച്, അതായത് ഒരു തിരിച്ചുവരവ്, വിനായകന്റെ തിരിച്ചുവരവ് മമ്മൂട്ടിയുടെ മാത്രമല്ല, വിനായകന്റെ ഒരു മനുഷ്യനായിട്ടുള്ള തിരിച്ചുവരവായിരുന്നു കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ കൂടി നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് വിനായകൻ ഈ ജയിലർ സിനിമയ്ക്ക് ശേഷം വിവാദ നായകനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നായകൻ, വിനയായവൻ എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് എല്ലാവരും ചിന്തിച്ചിരുന്നതും പറഞ്ഞിരുന്നതും പ്രവർത്തിച്ചിരുന്നതും.